ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റിൻ ബൈ അമ്മു. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജെൻ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജെൻ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിംഗ് കാണുമ്പോൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളത്. വി ഹാവ് ദ ഹൈറഫൻ, ദ 9 ഓഫ് സൂഡ്, ദ കിങ് ഓഫ് കപ്സ്, ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, the king of wand, the 10 of sword, the justice card, the star card, the 6 of pentacle, the 5 of cups, bottom of the deck 10 of pentacle. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പ്രെഡായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് പറയുന്നത് ചെയ്ത കുറ്റങ്ങളൊക്കെ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്ക് ഈ റീഡിങ്ങിൽ വളരെയധികം വ്യക്തമാവുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവാൻ സ്റ്റാർ കാർഡിൽ നിന്ന് തുടങ്ങി ജസ്റ്റിസ് കാർഡിൽ എൻഡപ്പാവുന്ന ഒരു സാഹചര്യം. അതായത് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കാണുന്നതെന്ന് പറയുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെയായിരിക്കാം നിങ്ങളുടെ മുന്നിൽ. കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണാണ് എൻ്റെ ലൈഫ് ലോങ്ങിൽ മൊത്തം നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സണായിരുന്നു, അല്ലെങ്കിൽ അത്രയും നിങ്ങളെ കേട്ടിരുന്ന നിങ്ങളുടെ ഒരു ഡ്രീം പേഴ്സൺ എന്നുള്ള രീതിയിലായിരിക്കാം തുടക്കം ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സൺ, അതായത് നിങ്ങളെക്കുറിച്ച് കേൾക്കുന്ന മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ ഒരു മുതലെടുത്ത രീതിയിലുള്ള ഒരു എനർജി കുറേ ആൾക്കാരുടെ ഒരു റീഡിങ് പ്രകാരം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു കാര്യത്തിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ള രീതിയിൽ, കാരണം നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും പറയാമെന്ന് പറയുന്നത് അത്രയും നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട്. ചിലപ്പം ഇത്രയും ഒരാൾക്ക് ആ ഒരു വ്യക്തിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ്. കാരണം അത്രയൊക്കെ വലിയ ഒരാളാണോ ഞാൻ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പേഴ്സണെ എന്തോ ഒരു വലിയൊരു സംഭവമാണ് എന്ന് വരുത്തി തീർത്ത ഒരുപാട് ആൾക്കാർ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ മാത്രമേ അറിയുള്ളൂ. കാരണം മേ ബി നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ അത്രയും വിലയുള്ള ഒരു രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പെയിനിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേദനയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് അറിയാം. വളരെയധികം ഒരു റിഗ്രറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. കാലം പോകുന്തോറും ചില കാര്യങ്ങൾ വൈകിട്ടാണെങ്കിലും പലരും തിരിച്ചറിയുന്നുള്ള ഒരു സാഹചര്യമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കാം, 9 ഓഫ് സോഡ്, 10 ഓഫ് സോഡ് എന്നൊക്കെ പറയുമ്പം ദ 5 ഓഫ് കപ്സ്, പാസ്റ്റിലുള്ള നിങ്ങളോട് ചെയ്ത കാര്യത്തെ ഓർത്ത് ആ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്ന് പറയുന്നത് അത്രയും ഒരു വേറെ ഒന്നും ആഗ്രഹിക്കാതെ പകരത്തിന് ആ ഒരു പേഴ്സൻ്റെ കുറച്ച് സ്നേഹം മാത്രം മതി, എന്നാലും നിങ്ങൾ സന്തോഷമാണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എത്ര നാൾ നോ കോണ്ടാക്റ്റ് പോയാലും പെട്ടെന്ന് ഒരു നാൾ നിങ്ങളുടെ മുന്നിൽ വന്നാൽ പോലും നിങ്ങൾ ചിലപ്പോൾ അത് നിങ്ങൾ വിഷമിപ്പിക്കുമെങ്കിലും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പ്രസൻസിൽ വളരെയധികം സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കവിടെ വായിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഒരു നാൾ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സ്നേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തത്, ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് എനിക്ക് കുറേ ആൾക്കാരുടെ സംബന്ധിച്ച് കാണിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ടേബിൾ ടേൺസ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിനാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ അറിയാം എന്തോ നിങ്ങളോട് തെറ്റ് ചെയ്തു പോയി. അതൊരിക്കലും നിങ്ങളുടെ സ്ഥാനത്ത് ആ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ഒരു ചാൻസ് കൊടുത്തെന്ന് വരില്ല, എന്നിട്ട് പോലും നിങ്ങൾ ചാൻസ് കൊടുത്തു, വീണ്ടും പറ്റിച്ചു. ദ സൈക്കിൾ റിപ്പീറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. വീണ്ടും വീണ്ടും നിങ്ങൾ അല്ലെങ്കിൽ അനുവദിക്കാതെ നിങ്ങളെ മറ്റൊരാൾക്ക് ചതിക്കാൻ പറ്റില്ല അല്ലേ. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ സ്നേഹം സത്യമാണെന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സൺ നോ കോണ്ടാക്റ്റിലുള്ള ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റൊക്കെ പോയിട്ട് ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയറിൻ്റെ അടുത്ത് ആവാനായി, ഒരു 3
മന്തായി അല്ലെങ്കിൽ അത്ര ആ ഒരു പേഴ്സൺ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഉണ്ടാവുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഒരു റിഗ്രറ്റ്, ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു പകുതി പോലും ആ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം ആ ഒരു പേഴ്സണുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് ഒരു സംതിങ് സ്പെഷ്യലായിട്ടാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ കാണുന്നത്. കാരണം ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളോടുള്ളൊരു സ്നേഹമാണ്. ദ കിങ് വിത്ത് എ കപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹമാണ്, ഒരു വെയിറ്റിംഗ് സൈനാണ് ഇവിടെ നമുക്ക് കാണുന്നുണ്ടല്ലേ. കാരണം ഒരുപാട് നാളായിട്ട് ആ ഒരു പേഴ്സൺ വളരെയധികം എന്താണ് ഒരു ഗിൽട്ടി പോലെ നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെ വിഷമിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു പേഴ്സൺ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നിട്ട് കാണാനോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ലായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ബ്ലോക്ക് ആയിരിക്കാം. കാരണം ഇവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റിന് പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സൺ വിചാരിക്കാൻ ഉറക്കത്തിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ചെയ്തു പോയ തെറ്റിനോർത്ത്, ആ ഒരു പേഴ്സണായിട്ട് ചെയ്ത കാര്യത്തെ ഓർത്ത് കുറച്ച് കൂടിപ്പോയി എന്ന് ചിന്തിക്കുന്നത് കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിലാണ്. അതല്ലെങ്കിലും ചില കാര്യങ്ങൾ തെറ്റായി എന്ന് തോന്നുന്നത് കുറച്ച് വൈകിട്ടായിരിക്കാം. അപ്പോഴത്തേക്കെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ മുന്നിലേക്കുള്ള, നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു ചാൻസ് കുറഞ്ഞു വരുന്നത് പോലെ ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് ആ ഒരു പേഴ്സണെ ഇപ്പം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഒരു കാലത്ത് അത്രയും പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോഴും മൈൻഡിൽ എപ്പോഴും മീൻസ് മോശമായിട്ടുള്ളൊരു കഥാപാത്രമല്ല. മുന്നേ നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ പോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളുടെ ഒരു വിലയാണ്. മേ ബി എത്ര നിങ്ങളുടെ അടുക്ക് വന്നാലും അവോയ്ഡ് ചെയ്ത് വെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും ഡീപ്പ് ഇൻസൈഡ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റിന് ആ ഒരു പേഴ്സൺ ഉറക്കത്തെ നിങ്ങളെ സങ്കല്പിച്ചിട്ടൊക്കെ ചെയ്തു പോയത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഉറക്കത്തൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം കുറേ ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. ടെലിപ്പത്തിക് കണക്ഷൻ പോസിബിളാണ് കുറേ ആൾക്കാരെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ എന്ന് പറയുന്നത് നിങ്ങളെ ജസ്റ്റ് ഓർക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എനർജി ഫ്രീക്വൻസി പോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. അതൊരു ടെലിപ്പത്തിക് കണക്ഷൻ, ഒരു സോൾമേറ്റ് കൈൻഡ് ഓഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് കുറേ ആൾക്കാർ കാർമിക്കായിട്ട് എൻഡപ്പായി പോയി എന്നതിനെക്കുറിച്ച് ഓർത്ത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചാൻസും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു പേഴ്സണ് പ്രോപ്പറായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് ആ ഒരു പേഴ്സൺ ഇവിടെ നമുക്ക് 9 ഓഫ് സോഡ് എന്ന് പറയുന്നൊരു ഗിൽട്ടി കാർഡാണ്, ഒരു ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. അതായത് ആ ഒരു പേഴ്സൻ്റെ തോട്ടിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. നിങ്ങളോട് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുകൂടെ നിങ്ങളുടെ ഒരു ഫീലിങ്സിന് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സാണ് നമ്മളിവിടെ നോക്കുന്നത് അല്ലേ. അപ്പം ഒരു ഹിഡൻ ലവ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒരുപാട് എന്താണ്, നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തു, നിങ്ങൾ ഒരുപാട് വേദനിച്ചു, നിങ്ങൾ ഒരുപാട് അവോയ്ഡ് ചെയ്തു എന്നുള്ള തോന്നിച്ചൊക്കെ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഏത് തേർഡ് പാർട്ടിയോ ഫോർത്ത് പാർട്ടിയോ ഫിഫ്ത്ത് പാർട്ടിയോ ഇൻഫിനിറ്റ് പാർട്ടി ആയാലും കുഴപ്പമില്ല, ആ ഒരു പേഴ്സണ് നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, ഒരു സ്നേഹമുണ്ട് എന്നുള്ള രീതിയിലാണ്. കുറേ ആൾക്കാരെ സംബന്ധിച്ച് എന്താണ്, ഒരു മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു സ്നേഹം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളെ വീണ്ടും തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം വീണ്ടും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഒരു കാലത്ത് നിങ്ങൾ വളരെയധികം എന്താണ്, അയ്യോ എൻ്റെ വളരെയധികം കൺട്രോളിങ് ആണ് എന്നുള്ള രീതിയിൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ ആ ഒരു രീതിയിലും ആ ഒരു പേഴ്സൺ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീണ്ടും ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് വൺസും അതുപോലെ തന്നെ 10 ഓഫ് സോഡും കാണിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുടെ കാർമിക്കാണ് എൻഡപ്പായി പോയി, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാകാം. എന്നിരുന്നാൽ പോലും
കംപ്ലീറ്റ്ലി ഒരു ഹേറ്റിംഗ് അല്ല, അല്ലെങ്കിൽ വെറുക്കലല്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പോകേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങളൊരു നോ കോൺടാക്റ്റ് വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടാവുക, യൂണിവേഴ്സലിന് സറണ്ടർ ചെയ്തിട്ടുണ്ടാവുക, ഡിവൈൻ എനർജിക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? എല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങളോട് ഉള്ളതെന്ന് പറയുന്നത് മേ ബി ഇത് എത്ര എൻഡപ്പായിപ്പോയി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്ഥാനത്ത് ആ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഒരിക്കലും ഒരു രണ്ടാമതൊരു ചാൻസ് അർഹിക്കുന്നില്ല. എന്നിട്ട് പോലും നിങ്ങളുടെ മനസ്സിലൊരു നന്മ കൊണ്ട് മാത്രമാണ് ആ ഒരു പേഴ്സണെ വിശ്വസിച്ച് പോയത്. നിങ്ങളുടെ വിശ്വാസം ആ ഒരു പേഴ്സൺ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിലൊരു കുറ്റബോധം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ആ ഒരു പേഴ്സൺ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒറ്റപ്പെട്ട് നിന്ന് നിങ്ങളോടൊന്ന് ക്ഷമ പറയാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ളൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുക. കാരണം അങ്ങനെ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചൊരു റിലേഷൻഷിപ്പായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് പോകെ പോകെ എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിട്ടു പോകരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പോയി പറഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് പോലും അതൊരു തമാശ രൂപേണ മാറ്റിയെടുത്ത് നിങ്ങളെ ഒരു നിങ്ങളുടെ സ്നേഹത്തിനൊരു വിലയില്ല എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ അവർക്ക് കൊടുക്കുന്ന ഒരു കർമ്മ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ടൈം നിങ്ങൾ സഫർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കാരണം ഒരു ടൈം നിങ്ങളും ഇതേ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒരാളെയും ചതിച്ചിട്ടല്ല എന്ന് മാത്രം. നിങ്ങൾ അത്രയും സ്നേഹം കൊടുത്തിട്ട് അവർ കൊടുത്ത ചതിക്ക് പകരം നിങ്ങൾ സ്നേഹമാണ് ആ ഒരു പേഴ്സണ് കൊടുത്തത്. കാരണം നിങ്ങൾക്ക് എപ്പോഴും സ്നേഹിക്കാൻ അറിയുന്ന ഒരു ആൾക്കാരായിരിക്കാം. കാരണം നിങ്ങൾ പഠിച്ചതും അങ്ങനെ തന്നെ ആയിരിക്കാം. അവിടെ നിങ്ങൾക്കെന്ന് പറയുന്നത് എന്ത് തന്നെ ഉണ്ടെങ്കിലും ഇല്ല, ആ ഒരു പേഴ്സണ് വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്ത് എത്രത്തോളം ചാൻസ് കൊടുക്കുന്നു അത്രത്തോളം വിഷമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കായിരിക്കാം. ബട്ട് സ്റ്റിൽ ഒരു കുറ്റബോധമൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചെറിയ രീതി കുറേ ആൾക്കാർക്ക് ഒരു കുറ്റബോധം ഉണ്ടാകും, ഒരു തെറ്റായ ആൾക്കാർക്കാണ് ഞാൻ എൻ്റെ സ്നേഹം കൊടുത്തത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതൊരു എൻഡഡ് ചാപ്റ്ററാണ്, അല്ലെങ്കിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കുറേ ആൾക്കാരെ സംബന്ധിച്ച്. ആ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. എത്ര കാർമിക്കാണ്, എത്ര തന്നെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾ കുറച്ച് കൂടുതലാണ്, മാപ്പർഹിക്കാത്തതാണ് എന്നുള്ളത് പോലും ആ ഒരു പേഴ്സൺ തന്നെ അറിയാം. എന്നിട്ട് പോലും എന്തുകൊണ്ടോ ഒരു ചാൻസ് ആ ഒരു പേഴ്സൺ പോലും അറിയാതെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഒരു മാപ്പ് അപേക്ഷ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം ക്ലാരിറ്റി ചെയ്ത്, അല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ട്, അല്ലെങ്കിൽ അന്ന് നിങ്ങളോട് ചെയ്തു പോയത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊരു തിരിച്ചു വരവ് ഇവിടെ കുറേ ആൾക്കാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇവിടെ കാണിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യം ഒരിക്കലും വേറൊരാളോട് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് അത്രയും നിങ്ങളെക്കുറിച്ച് വേറൊരാളോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ എന്നിട്ട് പോലും സിമ്പതി നേടാൻ ശ്രമിച്ച ഒരു എനർജി. കാരണം ഈ ഒരു വ്യക്തിക്ക് വേണ്ടതെന്ന് പറയുന്നത് എന്താണ്, മറ്റുള്ളവരുടെ മുന്നിൽ അവൻ പാവമാണ്, അവൾ പാവമാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ നോക്കുന്ന ഒരു എനർജിയിലേക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ കാണിച്ചു തരുന്നുണ്ടാകാം, അല്ലെങ്കിൽ കാണിച്ചു തന്നിട്ടുണ്ടാകാം വേറൊരു പേഴ്സൺ വഴി. ഇപ്പോൾ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ഒറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എത്ര കൊടുത്താലും ചാൻസ് കൊടുത്താലും ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല. അപ്പം എനിക്കുള്ള ഓപ്ഷൻ മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് റിഗ്രറ്റ് ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് ഒരു ചാൻസ് അർഹിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അത് കിട്ടിയിട്ടുണ്ടെങ്കിലോ, അഥവാ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ എന്നുള്ള രീതിയിൽ ഒരു കപ്പുമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ആ ഒരു പേഴ്സൺ മുന്നോട്ടുള്ള ഒരു ഡയറക്ഷൻ ക്ലിയർ അല്ല, ചെയ്തു പോയത് തെറ്റാണെന്ന് മാത്രം അറിയാം, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. നിങ്ങൾ വീണ്ടും ഒരു ചാൻസ് കൊടുക്കൂ എന്നുള്ള ഒരു പ്രതീക്ഷ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒരു ക്ലാരിറ്റിയിലൂടെയാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പം അത് വേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു പേഴ്സണ് അറ്റ്ലീസ്റ്റ് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് കേൾക്കാൻ ശ്രമിച്ചുകൂടെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടെ? നിങ്ങൾ ഇത്രയും നാൾ അല്ലെങ്കിൽ എന്നെ കേട്ടു, എനിക്കറിയാം ഞാൻ ചെയ്തത് ഒരിക്കലും
എന്താണ് മാപ്പർഹിക്കാത്ത രീതിയിലുള്ള ഒരു തെറ്റാണ്. ആ ഒരു പേഴ്സൺ ചെയ്തു പോയതിനെ ഓർത്ത് ഭയങ്കര റിഗ്രറ്റിംഗ് ആണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചു പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവം ഒരിക്കലും അതിന് മറുപടി കൊടുക്കില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എപ്പോൾ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ഞാൻ ഇതെത്ര കണ്ടതാണ്, കൊക്കെ എത്ര കുളം കണ്ടതാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന വ്യക്തികളാണെങ്കിൽ അതാണ് ആ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ മാറിക്കിട്ടിയത്. നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുകയാണ്, അതും വേറൊരാളുടെ കൂടെയല്ല, കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു പുതിയൊരു കംബാക്ക് കുറേ ആൾക്കാരെ സംബന്ധിച്ച് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ. വി ഹാവ് ദി 8 ഓഫ് പെൻഡക്കിൾ, ദി ഹാങ്ഡ് മാൻ, ഓക്കെ, ദി 8 ഓഫ് സോഡ്സ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് ഏസ് ഓഫ് സോഡ്സ് ആണ്. ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത്ര വരെ ചില പാറ്റേൺ തുടർന്നുകൊണ്ടേയിരിക്കും. അതെന്ന് പറയുന്നത് കുറേ ആൾക്കാർ ഇപ്പോഴും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കുറേ ആൾക്കാർ കാണിക്കുന്നത്. ഇപ്പോഴും ഒരു ഇല്യൂഷൻ വേൾഡിലേക്കാണ് നിങ്ങളുടെ ഒരു യാത്ര എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഇല്യൂഷൻ, നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ ചിന്തകളെ അല്ലെങ്കിൽ സ്റ്റോപ്പാക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഇല്യൂഷൻ കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റമില്ലാത്ത ഒരു രീതി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഡ്രീം വേൾഡിൽ എന്നൊക്കെ പറയാറില്ലേ, ഒരുപാട് ഇമാജിനേഷനിൽ കഴിയുന്ന ഒരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളിലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പേഴ്സണെ നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരാളെയും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ കാണാത്ത ഒരു ട്രൂത്ത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിൽ കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മേ ബി ഒരുപാട് ഇല്യൂഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി യൂണിവേഴ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ഒരു ക്ലാരിറ്റി വഴി നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും കുറച്ച് ആൾക്കാർ വീണ്ടും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സൈക്കിളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ഡിയേഴ്സ്, ഞാനൊരു കാര്യം പറയാണ്. സിറ്റുവേഷനിൽ നിങ്ങൾ മേ ബി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ. നിങ്ങളുടെ ഭാഗത്ത് 100 അല്ലെങ്കിൽ 200 ആണെങ്കിൽ 200-ന് മുകളിൽ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടാകാം, 1000+ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജി യൂണിവേഴ്സിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ഒരു എനർജി പ്രകാരം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേക്കും. യൂണിവേഴ്സിൽ പറയും സ്റ്റോപ്പ് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്ലാരിറ്റി ഞാൻ തരാം, നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളുടെ പോക്ക്, നിങ്ങളുടെ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊരു പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്ന ആ ഒരു പോസിൽ നിങ്ങൾ മാത്രമാണ് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ്. മേ ബി ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തെന്ന് പറയുന്ന വേണ്ട രീതിയിലുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരുന്നോ? കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ കൂടുതലായിട്ട് പരിശ്രമിച്ച നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഹേർട്ടാണ് കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് പോകും തോറും കൂടുതൽ നിങ്ങൾ ഹേർട്ടാവുന്നത് നിങ്ങളാണ്. നേരെ മറിച്ച് ടൈം കൊടുക്കുക. നിങ്ങൾക്ക് ഇനിയും ഇവിടെ ഹോപ്പ് ഉണ്ടെങ്കിൽ ടൈം കൊടുക്കുക. ലെറ്റ് ദ യൂണിവേഴ്സൽ ഡിസൈഡ് എന്നുള്ളതാണ്. നിങ്ങൾ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സൽ തീരുമാനിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഉത്തരത്തിനുള്ള ക്ലാരിറ്റി യൂണിവേഴ്സൽ തന്നിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ടൈം എടുത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് മാത്രം സ്നേഹിച്ചാൽ മതി. ചിലപ്പം നമുക്ക് സ്നേഹം ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്, എന്നാൽ മാത്രമല്ലേ അതൊരു നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പാണെന്ന് അല്ലെങ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എന്താണെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെന്ന് പറയുന്നത് സത്യം അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ള ടൈമാണ് നിങ്ങളൊരു സ്റ്റക്നെസ് അനുഭവിക്കുന്നത്. മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പോകേണ്ട സാഹചര്യമാണെങ്കിൽ ഈ ഒരു ടൈം നിങ്ങളങ്ങനെ കൊടുത്തേ പറ്റൂ. നേരെ മറിച്ചൊരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റണം എന്നുള്ളതാണ് കാണിക്കുന്നത്. മേ ബി ചില ടൈമിൽ ആ ഒരു പേഴ്സണായിട്ട് ഇവിടെ എഫേർട്ട് എടുത്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത്ര വരെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ മേ ബി നേരത്തെ പറഞ്ഞ പോലെ തന്നെ
സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആ ഒരു ഹേർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് നിങ്ങൾക്കൊരു സമാധാനത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കാം. എന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ മൂവ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഹോപ്പ് നിങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.